പടം കണ്ടിട്ട് പടം ഏകദേശം ഒരു ചെറിയൊരു പടം. സാം വിൽസനെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കാണിക്കാൻ വേണ്ടിയുള്ള പടം. പിന്നെ റെഡ് ഹൾക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഹൈ പവറിലാണ്. നമ്മൾ നമ്മൾ ഇത്രയും നാൾ കണ്ട ഹൾക്കിനെക്കാളും ഡെഫിനറ്റ്ലി ഭയങ്കര റേഞ്ച് ആയിരുന്നു. ഹൈ റേഞ്ചാണ് സംഭവം കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഒരിക്കലും നമ്മൾ ഈ സ്റ്റീവ് റോജേഴ്സിൻ്റെ ക്യാരക്ടറും അതാണ് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുമ്പോൾ അത് വേറെ റേഞ്ച് ആയിരുന്നു. ഒരിക്കലും സാം വിൽസൺ എന്നുള്ള പേഴ്സണെ വെച്ചിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ചെയ്യേണ്ട സത്യം പറയാൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ പടത്തിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ സാം വിൽസൻ്റെ മാത്രമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആർക്കാണ് കാണിക്കുന്നതെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. ആ ഒരു മീൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ സിവിൽ വാറിലൊക്കെ അതിനൊക്കെയുള്ള ക്യാരക്ടർ വെച്ച് കാണിക്കണമെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത് ക്യാപ്റ്റൻ അമേരിക്ക ആക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പാളിപ്പോയെന്ന് വെച്ചാൽ പടം എൻഡിങ്ങിലോട്ട് വരുമ്പം പടം ഫുൾഫിൽ അല്ല. ആക്ച്വലി പടം ഫുൾഫിൽ അല്ല. ജസ്റ്റ് ഒരു റെഡ് ഹൾക്കിനെ വെച്ചൊരു ഫൈറ്റ് ചെയ്യുന്നു. അവിടെ ഒന്ന് പടം സ്റ്റോപ്പ് ചെയ്യുന്നു. ആക്ച്വലി ആ റെഡ് ഹൾക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സീനൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം. നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണില്ലേ, വെടികൊണ്ട വരുമ്പോൾ നായകൻ എന്തായാലും മാറുമെന്ന് പറയില്ലേ, അത് കണക്കുള്ളൊരു വെറും കോമഡി സീനായിരുന്നു. അവിൽ വരുമല്ല. ആക്ച്വലി ഇത്രയും ബഡ്ജറ്റ് ഇറക്കി ഇങ്ങനെ ഒരു സാധനം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒരു സീരിയസ് ഒക്കെ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മളെ ആൾക്കാരെ കണ്ണിയെല്ലാം പൊടി ഇട്ടിട്ട് ഇതാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു പരിപാടി. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത് ചുമ്മാ ഇപ്പം മാർവലിൻ്റെ മിക്ക പടങ്ങളുള്ള ഒരു വെറും നമ്മൾ ആളെ പരിഗണന പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അതിൽ വലിയ ഒരു കാര്യവും ഇല്ല. കാരണം ഈ പ്രാവശ്യം നമ്മളെ ഈ തോറിൻ്റെയൊക്കെ ഇടയ്ക്ക് ലാസ്റ്റ് ഇറങ്ങിയ പടത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെറും കൂടായ്പാണ്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊണ്ട് വലിയ കാര്യമില്ല. കാരണം അത് കാണിക്കുന്ന ഒരു ചെറിയൊരു കാര്യമായിരിക്കും. അത് നമ്മൾ ഇൻട്രസ്റ്റ് ആണ്. അടുത്തൊരു പാർട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് കാണിക്കണം. പണ്ടൊക്കെ ഉള്ള ഇതുള്ള അല്ല. ഇപ്പോഴെന്ന് വെച്ചാൽ പോസ്റ്റ് ക്രെഡിറ്റിന് കാര്യമൊന്നുമില്ല, വിലയൊന്നുമില്ല. വെറും വേസ്റ്റാണ് അതൊക്കെ. 10 ഈ പടത്തിന് റേറ്റിംഗ് ആണെങ്കിൽ മിനിമം ഒരു 6 പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തൊന്നുമില്ല. 3D ഭയങ്കര മോശമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു. ഞാൻ ആദ്യം കരുതി തിയേറ്റർ ആയിരിക്കും, പിന്നെ അതിൽ ക്യാമറ ആയിരിക്കും. പക്ഷേ പറ്റുന്നില്ല. 3Dക്കൊന്നും ആക്ച്വലി 3D ആവശ്യമില്ല ഈ പടത്തിൽ. അതാണ് ഏറ്റവും മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ 30 രൂപ കയ്യിൽ നിന്ന് പോയി. അതിൽ ഫസ്റ്റ് ഹാഫ് ഒന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം അവർ 3D 2 ലെയർ കണക്ക് വെച്ചിരിക്കുക. അതൊക്കെ നല്ല എടുത്ത് കാണുകയാണ്. മീൻസ് പിക്ചർ ക്വാളിറ്റി പോരെയെന്ന്. സെക്കൻഡ് ഹാഫ് പിന്നെ ഓക്കെ ആയിരുന്നു. അത് ഓക്കെ ആക്കിയാൽ പറ്റുമോ? കാരണം റെഡ് ഹൾക്ക് വരുന്ന സീൻസ് അല്ലേ, ഒന്നും കിട്ടത്തില്ല ഇല്ലെങ്കിൽ. Not the best movie, but not the worst either. Yeah. What about that action sequence? Yeah, I liked it, and also the other fight scenes. Yeah, I also like the post. I'm not gonna spoil anything of the movie, but yeah, I'll give it an 8 out of 10. I'm a huge Marvel fan. Yes. ഒന്നായിട്ട് ഒന്നും മാച്ച് ആവാനില്ല. വില്ലൻ്റെ ഒരു ഇതും കാണിക്കണമെന്നില്ല. ഓ തട്ടിക്കൂട്ടി അത് ഇത് തന്നെ എന്ന് പറഞ്ഞാൽ ഫൈനലും ഇതായിട്ടൊരു ഇത് മാച്ചില്ല ഒന്നും. ഓ 2 കാര്യം പോരാ, ആവറേജ്. ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര വീക്കാണ്. പ്രതീക്ഷ അത്ര വന്നിട്ടില്ലേ? ഇല്ല, മാർവലിൻ്റെ ഏറ്റവും വീക്ക് മൂവി എന്ന് തന്നെ പറയാം. വേറെ പ്രശ്നമൊന്നുമില്ല. നൈസാണ്. ഹൾക്കിൻ്റെ ഒരു റിട്ടേണൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പണ്ടത്തെ മാർവലിൻ്റെ ഒരു ഇത് പോയെന്നേ ഉള്ളൂ. വേറെ സീനൊന്നുമില്ല. കുഴപ്പമില്ല, കാണാൻ പറ്റും. നല്ല മൂവി. കുഴപ്പമില്ല, 1 ടൈം കാണാൻ. ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് തോന്നുന്നില്ല. ഫാൽക്കൺ വന്ന് ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. എല്ലാം വളരെ ആയില്ല. സിനിമയോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ആ പേരിനോട്, ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? അത്രയ്ക്കില്ല. കാരണം എന്താണ്? അത്രയും വന്നില്ല. പിന്നെ അടുത്തൊരു മൂവിക്ക് വേണ്ടി അവരൊന്നും കറക്റ്റായിട്ട് അത് സെറ്റും ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, ഓക്കെ ഫിലിം. എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നിട്ടുണ്ടോ? എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ റെഡ് ഹൾക്ക് ഓക്കെ ആയിരുന്നു, അത്രയാണ്. പിന്നെ ഒരു സീരീസ് ലെവൽ അത്രേ ഉള്ളൂ. ഒരു പരിധി വരെ. അത് സെയിം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു പഴയ ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുവരാനുള്ള ശ്രമമായിട്ടും തോന്നിയില്ല. ഒരു പുതിയ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നി. പക്ഷേ അങ്ങോട്ട് കൺവിൻസ്ഡ് ആയില്ല പടം. അല്ല, ഇതിൻ്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴുള്ള ചില സ്ക്രീൻ പ്ലേ ഒക്കെ അങ്ങനെ കുറച്ച് വീക്കായതുപോലെ തോന്നി. ആവറേജ്, കുഴപ്പമില്ല ബ്രോ. അത് കുഴപ്പമില്ല, ഒരു കണ്ടിരിക്കാനുള്ള അത്രയൊന്നുമില്ല. ഒരു ആവറേജ് പടം. കളിപ്പോൾ എന്നാൽ അത് ആ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതിൽ. ശരിക്കും ഫാൽക്കൻ്റെ പടം എന്ന് പറയുമ്പോൾ പിന്നെയും കണ്ടിരിക്കുകയായിരുന്നു. അത് അത്ര വർക്കായില്ല സിനിമ. അത്ര മാർവൽ ഫാൻസ് അത്രയ്ക്കില്ല. ആ റെഡ് ഹൾക്കിൻ്റെ ആ സീക്വൻസ് കുറച്ച് കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ പഴയ 3 ഇതിനു മുമ്പുള്ള ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമകളുണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്.
അല്ലാണ്ട് കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എൻഗേജിങ് അല്ല. പിന്നെ ആൻ്റണി മാക്കിയുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫാൽക്കണായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ക്രിസ് ഇവാൻസ് ആണ് സംഭവം ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുമ്പോൾ. ഇതിനകത്തൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് പേരേ ഉള്ളൂ. പുള്ളി പറക്കുവാണ് എന്തായാലും. ഫാൽക്കണാണ് സംഭവം, അത് തന്നെ. വേറെ ഒന്നും വലിയ സംഭവമല്ല, വലിയ സംഭവമായിട്ട് തോന്നിയില്ല, എനിക്ക് തോന്നിയില്ല. കണ്ടിരിക്കാനുള്ളതുമില്ല. വേറെ ഒരു പണിയില്ലെങ്കിൽ ഒന്ന് കാണാം, അതേ ഉള്ളൂ. കൊള്ളാം, നല്ല ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. കണക്റ്റ് ആവുന്നില്ല ബ്രോ. അല്ല, കണക്റ്റ് ആവുകയൊന്നുമില്ല, അത്യാവശ്യം നല്ല പരിപാടിയാണ്. നല്ല നല്ല ആക്ഷനും പരിപാടിയൊക്കെ, ബോറൊന്നും അടിക്കത്തില്ല. 2 മണിക്കൂറുള്ള പടം, ചെറിയ പടമാണ്, വേറെ കുഴപ്പമൊന്നും. നല്ല പടമാണ്. മറ്റേ സാമിൽസൺ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നൈസായിരുന്നു. ഒരു പേര് മാത്രമേ പക്ഷേ പടത്തിലൊന്നുമില്ലെന്നാണ്. ഇല്ല, ഇപ്പോൾ ഈ ഡെഡ് പൂൾ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആണല്ലോ, അപ്പം അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല. പിന്നെ പൊതുവെ ഇത് അവരുടെ തന്നെ ഇക്കൊല്ലത്തെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ മൂവിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട്. പക്ഷേ നൈസാണ്, ആക്ഷൻ ബ്ലോക്കൊക്കെ കൊള്ളാം. പക്ഷേ അത്രയ്ക്ക് ഡെഡ് പൂളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഫാൻസിനെ നിരാശപ്പെടുത്തുമോ? അല്ല, കുഴപ്പമില്ല. ലൈക്ക് ഇത് സ്റ്റാർട്ടിങ് ആണല്ലോ, സോ അപ്പം കുഴപ്പമില്ല, കണ്ടിരിക്കാം അത്രയും.